ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളതൊരു തംബ്നെയിൽ കണ്ടായിരിക്കും ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. തംബ്നെയിൽ പറഞ്ഞത് ശരിയാണ്. യൂട്യൂബ് ഇപ്പോൾ അടുത്ത് വന്നുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് വരുമാനം ഇരട്ടാക്കാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റാണ്. ഈ അപ്ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്കാണ് ഈ ഒരു അപ്ഡേറ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക യൂട്യൂബിലുള്ള. അപ്പോൾ ഈ ലൈവ് സ്ട്രീം എങ്ങനെ ചെയ്യാമെന്ന് അറിയാത്തവർക്കൊക്കെ വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ലൈവ് എങ്ങനെ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറഞ്ഞു തരണ്ട. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഹാഫ് ഫ്രെയിം അഡ്വർടൈസ്മെന്റ് എന്നാണ് ഈ ഒരു അപ്ഡേറ്റിന്റെ പേര്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇത് ആഡ്സ് വരും. ഇത് ആളുകൾക്ക് എതിർപ്പേക്കാരം. ഫസ്റ്റ് തന്നെ ആഡ്സ് വരുന്നുണ്ട്. നമ്മൾ ബാക്ക് അടിച്ചുകൊണ്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ടേക്കാണ് സാധാരണ ഈ ആഡ്സ് പോകാനും വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്യുക. ഇത് യൂട്യൂബിന് ഇത് മനസ്സിലാക്കണം. അപ്പോൾ യൂട്യൂബ് അതിന് വേണ്ടി ഇറക്കിയാണ് ലൈവ് സെക്ഷനിൽ ഈ ഒരു അപ്ഡേറ്റ് ഇറക്കിയത്. ഇത് എങ്ങനത്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നമ്മളെ വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ആഡ്സ് അങ്ങനെ ലോഡായി ചെയ്യും. നമ്മൾ ന്യൂസ് ചാനലൊക്കെ കാണുന്ന പോലെ തന്നെ ലോഡായി ഇങ്ങനെ വരും ആഡ്സുകൾ. അപ്പോൾ ആളുകൾക്ക് അത് എതിർപ്പുണ്ടാവില്ല. കാരണം ആളുകൾക്ക് നമ്മളെ വീഡിയോ കിട്ടിയാൽ മതി. ഈ സൈഡിലത്തെ ആഡ്സ് പോലെ അത്ര മെയിൻ ചെയ്യില്ല. അതിനു വേണ്ടിയാണ് യൂട്യൂബ് ഈ ഒരു പുതിയ ഫീച്ചർ ഇറക്കിയിട്ടുള്ളത്. നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത ഉടനെ ഈ ലൈവ് എൻഡ് ചെയ്യണ വരെ ഈ ഒരു ആഡ് സൈഡിൽ ഓടണം. നമ്മളിപ്പോൾ സാധാരണ ലൈവ് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറോ എത്രയും തവണ നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഇത്രയും ടൈമിൽ അവിടെ ആഡ്സ് ഇങ്ങനെ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അതിന് എത്ര വരുമാനം കിട്ടുന്നുള്ളത് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുന്നതാണ്. ഈ ഫീച്ചർ യൂട്യൂബ് ഇപ്പോൾ കുറച്ച് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നമുക്കും കിട്ടും. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാലും നമുക്ക് ലൈവ് എങ്ങനെ ചെയ്യുക, അതിൻ്റെ മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യുക, സൂപ്പർ ചാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ മനസ്സിലായി വരണൊക്കെ തന്നെ ആദ്യം തന്നെ നമ്മൾ ലൈവ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പിന്നെ ലൈവ് സ്ട്രീമിങ്ങിനെ കുറിച്ച് എനിക്ക് ഏകദേശം ഞാനിപ്പോൾ മൊബൈൽ ഫോണിലാണ് നമ്മളെ ഫുട്ബോളിൻ്റെ ലൈവൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ അപ്പാൻ്റെ ചാനലിൽ ഞാൻ ചെറിയ സാമ്പിളായിട്ട് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ അപ്പാൻ്റെ ചാനലിൽ ഞാൻ അഖിലേന്ത്യാ സെവൻസിൻ്റെ ഫുട്ബോൾ ലൈവ് ചെയ്യുന്നതാണ്. അപ്പോൾ ലൈവിൻ്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. പിന്നെ ലൈവ് എങ്ങനെ ചെയ്യല് എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ സ്ക്രീനിൽ നമ്മൾ മൊബൈൽ ഫോൺ തന്നെ ഉപയോഗിച്ച് നമ്മൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യല്. ഒരു സൈഡിൽ ഗെയിമിങ്, ഒരു സൈഡിൽ നമ്മളെ വീഡിയോ കൊടുത്തിട്ടുള്ള അങ്ങനത്തെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ വന്നത് ഈ ഒരു അപ്ഡേറ്റ് പറയാനും വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ യൂട്യൂബിൽ തന്നെ ലൈവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം മോണിറ്റൈസേഷൻ ഓൺ ആക്കിയതിൻ്റെ ശേഷം നമുക്ക് ലൈവ് ഒന്ന് ചെയ്തു നോക്കാം. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലുള്ള ലൈവ് സെക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കുറേ അധികം പേരുകൾ ഇപ്പോൾ ലൈവാണ് ചെയ്യാറുള്ളത്. മറ്റേ ഷോർട്സിൻ്റെ സൈസിലുള്ള ലൈവുകളാണ് ഇപ്പോൾ കുറേ പേര് ചെയ്യാറുള്ളത്. അതിൽ പറഞ്ഞാൽ നമുക്ക് കുറേ റീച്ച് ഉണ്ടാക്കാൻ കഴിയും. കുറേ അറിയാത്ത പേരുകൾ ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ലൈവ് സെക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് ഓൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓലത് ആ ലൈവ് ഇങ്ങനെ കുറേ നേരം വാച്ച് ചെയ്യും. അതുപോലെ തന്നെ അങ്ങനെ കുറേ പേര് വാച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മളെ ചാനലിനെ റീച്ച് കൂട്ടാനും ഈ ഒരു ലൈവ് സെക്ഷനെ കൊണ്ട് കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈവ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഹാഫ് ഫ്രെയിം അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു ഫീച്ചറായിരുന്നു ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.